പത്തരമാറ്റിൻ്റെ കിളിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയുടെ കേസ് നവീനെ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അനന്തപുരിക്കാർക്ക് ന്യായമായിട്ടുള്ള ഒരു നീതി വാങ്ങിത്തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അബിയെ എതിർകക്ഷിയായിട്ടാണ് നവീന് എടുത്തിരിക്കുന്നത്. അങ്ങനെ നന്ദു അബിയെ അറസ്റ്റ് ചെയ്ത് അബിയെയും കൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു വിധി ഇന്നാണ് നടക്കുന്നത്. നവീനാണ് അവർക്കെതിരായിട്ട് നിന്ന് നന്ദുവിൻ്റെ കൂടെ നിന്നിട്ട് അബിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് വാദിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ അബിയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് കേൾക്കാനായിട്ട് അനാമികയും അച്ഛയും ഒക്കെയായിരുന്നു വന്നിരുന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവരെ കണ്ടിട്ട് നന്ദു ചിന്തിക്കുന്നുണ്ട്, അത് ശരി, അബിയുടെ ആ ഒരു കൂടെ നിൽക്കുന്നത് ഇവരാണല്ലേ, പിന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യാതിരിക്കുകയോ, പിന്നെ ഇവർക്കും മറ്റൊരു ലാഭം ഒന്നും ഇപ്പം കിട്ടുന്നില്ലല്ലോ, അതിനെക്കൊണ്ട് അബിയെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്നും പൈസയൊക്കെ അടിച്ചു മാറ്റാനുള്ള പ്ലാനിങ്ങിലായിരിക്കും. അതാണ് അബിയേട്ടൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത്. കാരണം വിവാഹമോചനം എന്ന് പറഞ്ഞിട്ട് കോമ്പൻസേഷൻ ഒരുപാട് തട്ടാമെന്ന് കരുതിയതല്ലേ, അതൊന്നും തട്ടാൻ കഴിയില്ലല്ലോ, അതിനെക്കൊണ്ടായിരിക്കും അബിയേട്ടൻ്റെ കൂടെ ചേർന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നവീന് ഹാജരാവുകയാണ്. എന്നിട്ട് അബിക്ക് എതിരായിട്ടുള്ള കേസൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നവീൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പല സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നല്ലേ, പല ഹോട്ടലുകളിലും മുറിയെടുത്ത് താമസിച്ചിട്ടുണ്ടല്ലേ, അതിൽ ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ട് നിങ്ങൾ നവിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അനഘ എന്നാണല്ലേ ആ പെൺകുട്ടിയുടെ പേര് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി കള്ളത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി കൊടുക്കുകയാണ് അനഘയെക്കുറിച്ചും. അതുപോലെ തന്നെ അനഘ സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പും ഒക്കെ നവീന് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നവ്യയും ഇവരുടെ വാദം കേൾക്കാൻ അബിയുടെ കൂടെ നിന്നിട്ട് കേൾക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നവീൻ തൻ്റെ ഫ്രണ്ട്, അത്രയും വിശ്വസിക്കുന്ന ഫ്രണ്ട് അബിക്കെതിരായിട്ട് വാദിക്കുന്നതും അതുപോലെ തെളിവുകളൊക്കെ നിരത്തുന്നത് കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ അബി തന്നെയാണോ, അബി ചെയ്ത കാര്യങ്ങളാണല്ലോ നവീൻ ഇവിടെ വാദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്നും നമ്മുടെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നവീന് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഉത്തരം പറയാനാവാതെ തല താഴ്ത്തി നിൽക്കുകയാണ് അബി. സ്വർണ്ണക്കടത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ളൊരു മാനേജറെ വശത്താക്കിയതും അവർക്ക് ചില തുക ഒക്കെ ഓഫർ ചെയ്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അയാൾ അത് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ അയാൾ തന്നെ കോടതിയിൽ തുറന്ന് പറയുകയാണ്. അപ്പോൾ തിരിച്ച് മറുപടി ഒന്നും അബിക്ക് പറയാനോ അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനോ ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അനാമികയെ അവിടെ കണ്ടപ്പോൾ തന്നെ നവീനെ ചൂണ്ടിക്കാട്ടിയിട്ട് കോടതിയോട് പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ കേസ് വാദിച്ച പെൺകുട്ടിയും അച്ഛനും ആണത്, അവരുമായിട്ടാണ് ഇവന് കൂട്ടുള്ളത്, പിന്നെ എങ്ങനെ ശരിയാവാതിരിക്കും, പിന്നെ എങ്ങനെ ഇവരുടെ ജീവിതം നല്ല രീതിയിൽ പോകും. ആയിരിക്കുന്ന അനാമിക എന്ന് പറയുന്നവരും അച്ഛനും ഒന്നാം തരം ഫ്രോഡാണ്. അത് കഴിഞ്ഞ തവണ നമ്മൾ ഈ കോടതിയിൽ പൊളിച്ചടക്കിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് കോടതിക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ ചന്തുമോളുടെ കാര്യവും അത് ആദർശേട്ടൻ അവരുടെ ജീവിതം തകരണ്ടെന്നൊക്കെ കരുതിയിട്ട് ഏറ്റെടുത്ത കാര്യം ഒക്കെ നവീന് അവിടെ തുറന്ന് പറയുന്നുണ്ട്. നവ്യ അപ്പോഴാണ് സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ആ സമയത്ത് നവ്യ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അനിയത്തി ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാൻ എത്ര കുറ്റപ്പെടുത്തിയതാണ്. അഭിയാണെങ്കിൽ ഒന്നും അറിയാതെ എല്ലാം വളരെ ഭംഗിയായിട്ടാണ് അഭിനയിച്ച് തീർത്തത്. പക്ഷെ അതിൽ എൻ്റെ ചേച്ചിയും ഏട്ടനുമാണല്ലോ, എൻ്റെ അനിയത്തിയും ഏട്ടനുമാണല്ലോ പെട്ടുപോയത്. അവരൊരുപാട് വിഷമങ്ങൾ സഹിച്ചു, കുത്തുവാക്കുകളും ഒക്കെ കേട്ട് നാണം കെട്ട തല താഴ്ത്തിയാണല്ലോ നിന്നത് എന്നൊക്കെ ഇങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു സമയത്ത് നവീന് അനന്തപുരി തറവാട്ടിൽ നമ്മുടെ അഭിയും ജലജയും കൂടി നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ദേവയാനിക്ക് പാലിൽ വിഷം ചേർത്ത് കൊടുത്തത്, അനാമിക ചേർത്ത് കൊടുത്തത് ഇവരും കൂടെ അറിഞ്ഞിട്ടാണ് എന്നുള്ള ആ ഒരു സത്യം വരെ അവിടെ തെളിയിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശന് അറിയാതെ പോയിട്ടുള്ള ചില സത്യങ്ങളും ഒക്കെ മറനീക്കി അവിടെ തന്നെ ആ കോടതിയിൽ മുറിയിൽ വെച്ചിട്ട് പുറത്തു വരികയാണ്. അപ്പോഴാണ് നവ്യയും അഭിയും ഒക്കെ അനാമികയുടെ കൂടെ ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അറിയുന്നത്. അങ്ങനെ അഭിയോടുള്ള സ്നേഹം കൊണ്ട് കോടതിയിലേക്ക് വന്നതായിരുന്നു, അഭിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു നവ്യ. പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് വളരെ ദേഷ്യപ്പെട്ടിട്ടും അഭിയെ വെറുത്തുകൊണ്ടാണ് ആ കോടതിയിൽ നിന്നും നവ്യ പുറത്തിറങ്ങുന്നത്.
അങ്ങനെ വളരെ ഒരു ട്വിസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. നവീന് അഭിയെ പൊളിച്ചടക്കുന്നുണ്ട്. ഇതുവരെ ഉള്ള കള്ളത്തരങ്ങളൊക്കെ ഓരോ ലിസ്റ്റ് കണക്കിന് തന്നെ പുറത്തോട്ട് കൊണ്ടുവരികയാണ് നമ്മുടെ നവീന്. അങ്ങനെ നന്ദുവും നവ്യയും നയനയും കൂടുതൽ അടുത്ത് നവ്യയെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ, നിങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, ഇതുപോലുള്ള അനിയത്തിമാർ എനിക്കിനി വേണ്ട എന്ന് വരെ പറഞ്ഞു, എന്നോട് അതിനൊക്കെ പൊറുക്കണം, എനിക്ക് പുറത്ത് തരണം എന്നൊക്കെ മാപ്പ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചേച്ചിയോട് ഞങ്ങൾക്കൊരു ദേഷ്യവുമില്ല, കാരണം അഭിയേട്ടനെ അത്രയ്ക്കും സ്നേഹിക്കുന്നത് കൊണ്ടും വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ. പക്ഷേ അഭിയേട്ടൻ ഇത്ര ചതിയനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ചേച്ചിയുടെ ജീവിതം തകരുന്നത് ആലോചിച്ചിട്ട് പറയാൻ വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വഷളായത്. എല്ലാം ഇപ്പോൾ കളഞ്ഞി തെളിഞ്ഞില്ലേ. അവനിട്ട് നല്ലൊരു പണി തന്നെ പുറത്തിറങ്ങാത്ത രീതിയിൽ കൊടുക്കണം എന്നൊക്കെ അവർ 3 പേരും കൂടെ തീരുമാനിക്കുകയാണ്.